ഹായ് ഗായ്സ്, എൻ്റെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് കൊഞ്ച് കൊഞ്ച് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ളതാണ്. ചിലർക്കും അത് അറിയത്തില്ല. അപ്പം ഞാൻ കൊഞ്ച് എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അങ്ങനത്തെ 1 2 3 4 5 6 കൊഞ്ചുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. ഇപ്പോൾ ഒരു കൊഞ്ചെടുത്ത് നമുക്ക് ഇതിങ്ങനെ തല ഒന്നിങ്ങനെ ഇതാക്കും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഓക്കെ, ഈ വാരി പിടിച്ച് ഒരൊറ്റ വലി വലിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പരിപ്പ് മൊത്തം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സെൻറ്ററിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. അങ്ങനെ വരഞ്ഞു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഞരമ്പ് ഉണ്ടാവും കേട്ടോ. അത് കഴിക്കാൻ പാടത്തില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന എടുക്കും. അപ്പോൾ ഇതിങ്ങനെ കളയാം. എന്നിട്ട് ഇതിൻ്റെ ഇത് ഒന്നുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ കൊഞ്ച് വൃത്തിയാക്കൽ. നിങ്ങളെങ്ങനെ കൊഞ്ച് വൃത്തിയാക്കുമെന്ന് പറയണേ. അങ്ങനെ അവസാനത്തെ കൊഞ്ചിലേക്കും നമ്മൾ കടക്കുകയാണ്. അങ്ങനെ ഒരു 6 കൊഞ്ചും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തോടിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ. ഇതിനൊരുതരം വലിയ പ്രോൺസാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഈ നരമ്പ് ഇതിങ്ങനെ നമുക്കിങ്ങനെ കട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടെ കത്തിനത് കൂടെ കണ്ടോ വരുന്നത് കണ്ടോ, അങ്ങനെ വരും. അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇതൊന്ന് കഴുകിട്ട് വരാം. ഈ കൊഞ്ച് കഴുകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ നന്നായി വൃത്തി കിട്ടും. ഇങ്ങനെ ഉപ്പിട്ട് കഴുകും കേട്ടോ. ഞാൻ ഏതൊരു ഫിഷാണെങ്കിലും കഴുകുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കഴുകിയിട്ട് വരാം. ഇപ്പോൾ ഇതുണ്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കൊഞ്ച്. ഇനി നമുക്കിതിന് മുളകിടാം. നല്ല അടിപൊളി മുളകിട്ടേക്കാം. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, ഒരു കുഞ്ഞൊരു ഉള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, നിങ്ങളിങ്ങനെ അരിയാറുണ്ടോ? അങ്ങനെ നൈസായിട്ടാണ് അരിയുന്നത്. ചിലർക്ക് ഇത് കൈ മുറിയാൻ ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഈ കട്ടിംഗ് ബോർഡൊക്കെ ഇനി കഴുകണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ റിസ്ക് എടുത്തിട്ട് ഞാൻ അരിയുന്നത്. പക്ഷേ ബി കെയർഫുൾ. ആയുധം വെച്ചുള്ള കളിയാണത്. ഇതൊരു കുക്കിംഗ് എന്ന് പറഞ്ഞത് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ്. ഇതരിഞ്ഞ് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. വെരി സിമ്പിൾ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഇതൊക്കെ തക്കാളിയും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞതായിട്ട് അരിയും. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ആകെ 2 3 കൊഞ്ചുണ്ട്, അതിന് ഇത്രയും മസാല വേണമെന്ന്. മസാല ഇരുന്നോട്ടെ. കൊഞ്ചിനൊരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മസാലയിലേക്ക് അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തക്കാളി മരിഞ്ഞ് ഇനി ഒരെണ്ണം വിട്ടുപോയി, ഗാർലിക്. കുഴിമടിച്ചിയുടെ ലക്ഷണമാണത്. കുഴിമടിച്ചി എന്ന് പറയാനും പറ്റില്ല, അത്രയും കുഴിമടിച്ചിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കാനായിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഇതിൻ്റെ അറ്റം വെച്ചിട്ട് ഭയങ്കര പാടാട്ടോ. ചിലതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിൻ്റെ നീരൊന്ന് ഈ കറിയിലേക്ക് മൊത്തത്തിലൊന്ന് അടപടല സ്പ്രെഡാവും, എന്നാലും ടേസ്റ്റ് കൊടുത്തോളൂ. ഇപ്പോൾ ഇത്രയും ഐറ്റംസായി. ഇപ്പം ഞാൻ എന്തൊക്കെ ഇട്ടത്,
സവാള ഇട്ട്, തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, ഗാർലിക് ഇട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൊഞ്ച് നമുക്ക് വലുതായതുകൊണ്ട് ഒന്ന് പകുതിയാക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനെ പകുതിയാക്കി ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഇതിനെ പകുതിയാക്കി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരെണ്ണം വേഗം വേഗം എടുത്ത് തിന്ന് കഴിയുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സ്പൈസസ് ഇടും. സ്പൈസസ്, മുളക് പൊടി ഞാനൊന്നും കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാറില്ല, ഒറ്റ ജീവിതമായതുകൊണ്ട് എല്ലാം പാക്കറ്റിലായിരുന്നു. കുപ്പിയിടുന്ന പരിപാടിയില്ല. സാധാ മുളക് പൊടിയും കാശ്മീരി റെഡ്, പിന്നെ എന്തുട്ടാ ഗാർലിക്, കുറച്ച് ഗാർലിക് പൗഡർ, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പിടണം. നമ്മൾ ഉപ്പിട്ട് ഇത് നന്നായി ഒന്ന് കൈകൊണ്ട്, നമ്മുടെ നല്ല വൃത്തിയുള്ള കൈകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഭയങ്കരമായിട്ട് കുഴച്ചെടുക്കണം. ഓക്കെ, ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇതിന്ന് കിട്ടൊരു മണവും ഒരു രുചി കണ്ടോ. മൊത്തത്തിൽ കുഴച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ലേ. ഇങ്ങനെ നമുക്ക് കൊഞ്ച് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും പിന്നെ എന്നിട്ടാ നമുക്ക് മീൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് ഇപ്പം ഇതിൻ്റെ കളറ്. ജസ്റ്റ് നമുക്കൊന്ന് ഉപ്പുണ്ടാക്കാം. ഗുമ്പ് വന്നിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇത് ഇങ്ങനെ വെക്കുക. കുറച്ചൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, ഇത് ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇത് അടച്ച് വയ്ക്കാം. നമുക്ക് നന്നായി അടച്ചിക്കാം. ഇനി 1 2 3 4 5 ഒരു 15 മിനിറ്റ്സ്. ഇത് കണ്ടോ, ഇത് ഞാൻ കറിവേപ്പില ഫ്രീസ് ചെയ്തതാ. അപ്പോൾ ഇതിൽ നിന്ന് 2 കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കറി തിളയ്ക്കുന്നുണ്ടേ. ഇനി ഇതിങ്ങനെ വറ്റിങ്ങനെ കുറുകി ഇങ്ങനെ വറ്റിങ്ങനെ വരണം. ഓക്കെ, എനിക്ക് എപ്പോഴും കിച്ചൺ ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ കറി വെച്ച് കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ കിച്ചൺ ക്ലീനാക്കി സൂക്ഷിക്കാറുണ്ട്. നിങ്ങളതുപോലെയാണോ? ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ എനിക്ക് ചെയ്തതേക്ക് ഇഷ്ടമല്ല. തിളയ്ക്കണ കണ്ടോ കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞു നമ്മുടെ കറി. ഇത്രേ ഉള്ളൂ കറി. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, അടച്ചു വെക്കാം. കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് കറിയുടെ ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ഇനി ഞാൻ വാങ്ങുന്നത് ലൂർപാക്കിൻ്റെ ബട്ടറാണ്. ഞാൻ ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് തൂവിക്കാനായിട്ട് ഒരു ബട്ടറിൻ്റെ ഒരു ലേശം ഒരിത്തിരി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരിത്തിരിട്ട് ഒരു പിഞ്ച് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിക്കൊരു നമ്മുടെ ബട്ടർ നല്ലതാണ്, ഗുഡ് ഫാറ്റ് ബട്ടർ. അപ്പോൾ ഇത്ര ഉള്ളൂ. സൂപ്പർ, അടിപൊളി, നല്ല കിടുക്കാച്ചി കൊഞ്ച് കറി. ഇതാണ് ഇപ്പം നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ ഞാൻ ഉണ്ടാക്കിയ അടിപൊളി. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ബൈ ബൈ.